ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വോട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ വാർഡിലെത്തിയിരിക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. അദ്ദേഹം ക്യൂവിലുണ്ട് വോട്ട് ചെയ്യാനായിട്ട്. റഹീസ് അദ്ദേഹം വളരെ സന്തോഷത്തിലാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി വോട്ടർമാരെയൊക്കെ കണ്ടൊരു സന്തോഷമാണെന്ന് അറിയില്ല. മുഹമ്മദ് റഹീസ് ഈ പോളിംഗ് ബൂത്തിലുണ്ട്. റഹീസ്, നമ്മുടെ പ്രസിഡന്റ് വളരെ സന്തോഷനാണ്. SKN പ്രസിഡന്റ് നല്ല സന്തോഷത്തിലാണ്. എന്തായാലും പ്രസിഡന്റ് വന്ന ഉടനെ വോട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ട്. സണ്ണി ജോസഫ് പായം പഞ്ചായത്തിലെ വോട്ടറാണ്, 14-ാം വാർഡിലെ വോട്ടറാണ്. അപ്പോൾ അദ്ദേഹം അകത്തേക്ക് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ട്. കുടുംബസമേതമാണ് എത്തിയത്. അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ട് ഓപ്പോസിറ്റുള്ള സ്കൂളിലാണ് ഈ അദ്ദേഹത്തിന് വോട്ടുള്ളത്. സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ്. ഇവിടെയാണ് അദ്ദേഹത്തിന് വോട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എന്തായാലും അകത്തേക്ക് കയറിയിട്ടുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി. ആദ്യം തന്നെ രാവിലെ ഒരു 7:15 തന്നെ അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തുന്നു. അദ്ദേഹം ഈ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അദ്ദേഹവുമായി കഴിഞ്ഞ കുറച്ചു നിമിഷം മുമ്പ് സംസാരിച്ചപ്പോഴും വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം ഇപ്പോൾ വോട്ടിംഗ് നടക്കുന്ന ജില്ലയിൽ ഉടനീളം വയ്ക്കുന്നത്. വലിയ പ്രതീക്ഷ വെച്ച് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യാനായി ആ ഡോറിന് അവിടെ അങ്ങനെ കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചും കണ്ണൂരിൽ അദ്ദേഹം വന്നതിന് ശേഷം നടക്കുന്നൊരു പ്രധാന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഒരു വലിയ നേട്ടം ഉണ്ടാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടി ആവശ്യമാണ്, ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയുടെ ഒരു വലിയ ഉയർത്തെഴുന്നേൽപ്പിനുമൊക്കെ നിർണായകമായിരിക്കെ അദ്ദേഹം വലിയ തോതിൽ പ്രചാരണം നടത്തിയിട്ടുണ്ട്. കണ്ണൂരിലടക്കം പ്രത്യേകിച്ച് ഈ പഞ്ചായത്തിലൊക്കെയും കാൽനടയായി സ്ഥാനാർത്ഥികൾക്കൊപ്പം പോയി വോട്ട് തേടുകയൊക്കെയും ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വോട്ടിങ്ങിന് അദ്ദേഹം രാവിലെ തന്നെ എത്തിയിരിക്കുന്നു. അടുത്ത വോട്ടറായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടുത്ത വോട്ടറായി വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും പായം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഇപ്പോൾ LDF ആണ് ഭരിക്കുന്നത്. ഈ വാർഡിലടക്കം LDFിൻ്റെ ജനപ്രതിനിധിയാണ് ഉള്ളത്. അപ്പോൾ അവിടെ അദ്ദേഹം ഇറങ്ങി വലിയ തോതിൽ വോട്ട് പിടിച്ചൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വരുമ്പോൾ ഇതുപോലെ KPCC പ്രസിഡന്റിൻ്റെ വാർഡിൽ ആരാണ് ജയിച്ചത്, മുഖ്യമന്ത്രിയുടെ വാർഡിൽ ആരാണ് ജയിച്ചത്, പ്രതിപക്ഷ നേതാവിൻ്റെ വാർഡിൽ ആരാണ് ജയിച്ചത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൗതുകത്തോടെ ആളുകൾ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ ഒരു പ്രവർത്തനം അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ UDFന് വേണ്ടി ഇവിടെ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരും റഹീസ് കണിയാറയ്ക്കൽ എന്നാണ്. ഒപ്പം തന്നെ CPMൻ്റെ സ്ഥാനാർത്ഥി LDFനായി മത്സരിക്കുന്നത് M സുമേഷാണ്. ഒപ്പം BJP സ്ഥാനാർത്ഥിയായി മനോഹരൻ വായോറ. ഈ 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. എന്തായാലും പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനുശേഷം ഇനി ഈ ബൂത്തിൻ്റെ 100 മീറ്റർ പരിധിക്കപ്പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ഒരു പ്രതികരണം കൂടി നടത്തും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ജില്ല കൂടി ഉൾപ്പെടുന്ന മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. വലിയൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേൽപ്പ് വലിയ നിർണായകമായിട്ടുള്ള ഒരു ഇതാണ്. അദ്ദേഹം വോട്ടെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടി വോട്ട് ചെയ്യുന്ന ദൃശ്യമാണ് കണ്ടത്. അനിലക്കര സ്ഥാനാർത്ഥിയാണെന്ന് നമുക്കറിയാം. അവിടുത്തെ നിയുക്ത പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അടാട്ട് പഞ്ചായത്തിലെ 14-ാം വാർഡായ വിളക്കുംകാലിലാണ് അനിലക്കര മത്സരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം വോട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.